بسم الله الرحمن الرحيم وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين وبعد. قال تعالى: وإذا قرئ القرآن فاستمعوا له وأنصتوا لعلكم ترحمون. اللهم انفعنا بالقرآن الكريم വർഫഅനാ ബിൽ-ആയാതി വദ്ദിക്രിൽ ഹകീം. ഖുർആൻ ഓതുന്നത് പോലെ തന്നെ കൂലിയുള്ളതാണ് കേൾക്കുന്നതും. പലപ്പോഴും ഹജ്ജിനും ഉംറയ്ക്കുമൊക്കെ പോകുന്ന പ്രായമായ ആളുകളോട് ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിൽ ഖുർആൻ്റെ കേസറ്റുകൾ ഇട്ടുകൊണ്ട് കേൾക്കുക, ഇരുന്ന് കേൾക്കുക. ഫസ്തമിഉ ഇദാ ഖുരിഅൽ ഖുർആൻ, ആരായിക്കോട്ടെ ഓതിക്കോട്ടെ, ഫസ്തമിഉ ലഹു, നിങ്ങൾ ചെവി താഴ്ത്തി കേൾക്കണം. വഅൻസിതു, കേൾക്കുമ്പോൾ കയ്യൊരു വശത്ത്, കണക്കൊരു വശത്ത്, ദിക്റൊരു വശത്ത്, അതിനുവേണ്ടി തന്നെ ചെവി താഴ്ത്തി കേൾക്കണം. മക്കൾ മാതാപിതാക്കളുടെ ഉപദേശങ്ങളെ ചെവി താഴ്ത്തി കേൾക്കണം. വെള്ളിയാഴ്ച ദിവസം ഖുത്ബ ഓതുമ്പോൾ ചെവി താഴ്ത്തി കേൾക്കണം. പരിശുദ്ധ ഖുർആൻ അല്ലാഹ് പറയുന്നു, വഇദാ ഖുരിഅൽ ഖുർആൻ, ഖുർആൻ ഓതപ്പെട്ടാൽ ഫസ്തമിഉ ലഹു, അത് കേൾക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. അല്ലാതെ കല്യാണ വീട്ടിൽ ഖുർആൻ്റെ കേസറ്റിട്ടാലോ അതൊന്നും നമുക്ക് പ്രയോജനം ചെയ്യില്ല. ഫസ്തമിഉ ലഹു, നിങ്ങളത് ചെവി താഴ്ത്തി കേൾക്കണം. വഅൻസിതു, അത് കേൾക്കുവാൻ വേണ്ടി സുക്കൂത്ത് അവലംബിച്ചുകൊണ്ട് നിങ്ങളിരിക്കണം. ലഅല്ലക്കും തുർഹമൂൻ, ലഅല്ലക്കും തത്തഖൂൻ. നോമ്പിന് അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കും സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഇവിടെ ഖുർആൻ നിങ്ങൾ കേൾക്കുമ്പോൾ ലഅല്ലക്കും തുർഹമൂൻ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി. നമസ്കാരത്തിൽ ഫാത്തിഹ സൂറത്തൊഴിച്ച് മറ്റൊന്നും ഓതാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം, ഇമാമ് പലപ്പോഴും ഓതുമ്പോൾ, പ്രത്യേകിച്ചും ളുഹറും അസ്റും ഉറക്കെ ഓതാത്തതിൻ്റെ ഉദ്ദേശം, വജഅൽന നഹാറ മആശ, മനുഷ്യൻ്റെ അധ്വാന സമയമാണ്. രാത്രി സുബഹിക്കൊക്കെ അവൻ്റെ ഖൽബ് രാത്രി ഉറങ്ങി ഹൃദയം റാഹത്തായിരിക്കുമ്പോൾ സുബഹിക്കെണീക്കുന്ന കുട്ടി വിജയിക്കൂ. സുബഹിക്കെണീക്കുന്ന ആ നമസ്കാരത്തിൽ അത് അള്ളാഹുവിൻ്റെ കലാമിനെ കേൾക്കുമ്പോൾ ആ ഹൃദയം സ്വീകരിക്കും എന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ കാഴ്ചപ്പാട്. ഇന്ന് സുബഹി നമസ്കാരത്തിൽ ഇമാമ് ഓതിയ ആയത്താണ് വിഷയം. നമ്മൾ ഖുർആൻ ഓതാൻ അറിയുന്നവർ, അതിൻ്റെ അർത്ഥങ്ങൾ അറിയുന്നവർ ഖുർആൻ്റെ പിറകെ നിൽക്കുമ്പോൾ സമയം പോകുന്നതറിയില്ല. ഇല്ല അൽഖാരി ഇലായിത്തുമല്ലൽ, ഓതുന്നയാൾ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ഓതുമ്പോൾ സമയം പോകുന്നതറിയില്ല. പിറകെ നിൽക്കുന്ന ആൾ യതമല്ലൽ. അള്ളാഹു ഹിദായത്തിനെ തരുമാറാണ്. നമ്മൾ ഇന്ന് രാവിലെ ഓതിക്കേട്ട ആയത്തുകൾ ഒരു ആവറേജ്, ഒരു സാധാരണക്കാരൻ്റെ മരണത്തെക്കുറിച്ചാണ്. ഒരു സാധാരണ മൂമിൻ, ആവറേജ് മൂമിൻ മരണപ്പെടുമ്പോൾ അവൻ എങ്ങനെയായിരിക്കും? മൂമിൻ 50 ഒരുപാട് പാവങ്ങളൊക്കെ അവൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോഴും ഞാനും ഇതിൻ്റെ കൂടെയുണ്ട് എന്ന് ജീവിക്കുന്നവനാണ് മൂമിൻ. അവിടെയാണ് നമ്മൾ കാണേണ്ടത്. നമ്മൾ പലപ്പോഴും 99 ശരിയും ഒരു തെറ്റുമുണ്ടായിരുന്നാൽ ആ 99 ശരിയും എഴുതിത്തള്ളിക്കൊണ്ട് ഒരു തെറ്റിൽ നോക്കുന്ന ആളുകളാണ് നമ്മൾ. അല്ലാഹ് പറയുന്നു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, മനുഷ്യൻ്റെ അവസാന നിമിഷം അതാണല്ലോ നന്നാവേണ്ടത്. പരീക്ഷ എഴുതുമ്പോൾ പരീക്ഷയിലാണല്ലോ പാസ്സാവേണ്ടത്. നേരത്തെ ഒരുപാട് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിൽ ജീവിക്കുകയും, സുമ്മ ഇസ്തഖാമു, ഇസ്തിഖാമത്തിൻ്റെ ജീവിതം, ഫർളുകൾ അവൻ സൂക്ഷിക്കും, ഫർളുകൾ അവൻ നിർവഹിക്കും, ഹറാമുകളെ അവൻ സൂക്ഷിക്കും. ഇങ്ങനത്തെ ഇസ്തിഖാമത്ത്, ഇങ്ങനെ സാധാരണ ആവറേജ് മുസ്ലിം
ആവറേജ് മൂമിൻ. അതാണ് തഫ്സീറിൽ പറഞ്ഞത്, ആവറേജ് മുസ്ലിം. ഒരുപാട് സുന്നത്തുകൾ ചെയ്തു, ഒരുപാട് വൃത്തികേടുകളും ചെയ്തു. അതിലും ഭേദം ഫർളുകൾ ചെയ്യട്ടെ, ഹറാമിനെ പേടി. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, മരണസമയം. തതനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. മലായികത്തുകൾ കൂട്ടം കൂട്ടമായിട്ട് അവൻ്റെ മരണസമയത്ത്, അതാണ് നോട്ടം. കണ്ണ് നോക്കിയാൽ അവസാന നിമിഷങ്ങളിൽ കണ്ണ് ഒരു സ്ഥലത്ത് മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കും. വലത്തുവശത്ത് നിൽക്കുന്ന മോനെ പോലും നോക്കില്ല, കണ്ണ് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് നിൽക്കും. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക. മലായികത്തുകൾ ഹദീസിൽ വരുന്നു, കണ്ണത്താ ദൂരത്തിൽ പച്ചപ്പട്ടുകളുമായിട്ട് നിൽക്കും. അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. രണ്ട് കാര്യങ്ങളാണ്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഭയപ്പെടല്ല, യാത്ര പോകുന്നവനോട് ഭയപ്പെടല്ല. അല്ലാ തഖാഫൂ, ഇനി വരാനിരിക്കുന്നതിനെക്കുറിച്ച് നീ ഭയപ്പെടണ്ട. മരണസമയത്ത് വരാനിരിക്കുന്നതിനെക്കുറിച്ചുള്ള ഭയം ആദ്യം അതാണ്. ഞാനിതാ എവിടേക്ക് പോകുന്നു പടച്ചവനെ. അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. പിന്നെയോ ഇട്ടേച്ചു പോകുന്നതിൻ്റെ സങ്കടം. ഭാര്യ അവനിക്ക് ഇഷ്ടമുള്ളതാണ്, മക്കൾ വലതു സാലിഹൻ യദ്ഊല എന്ന്, എൻ്റെ മോൻ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സമ്പാദിച്ചിട്ട സമ്പാദ്യമാണ് മക്കൾ. അതിനെ ഇട്ടേച്ചു പോകുമ്പോൾ അവൻ സങ്കടപ്പെടും. അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, അത് പറയും, നീ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് നീ ഭയപ്പെടണ്ട, നീ ഇട്ടേച്ചു പോകുന്നതിനെക്കുറിച്ചും നീ സങ്കടപ്പെടണ്ട. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. ദുനിയാവിൽ ഒരുപാട് സമയങ്ങളിൽ ഉഇദ്ദത് ലിൽ മുത്തഖീൻ എന്ന് അല്ലാഹു തആല സ്വർഗം 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 എന്ന് കേട്ടില്ലേ? വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. മൂമിൻ കേൾക്കും ഈ വാർത്തകൾ. അതുകൊണ്ടല്ലേ ലാസ്റ്റ് മൊമെൻ്റിൽ മുഖം മൂമിൻ ഈ വാർത്ത കേൾക്കുമ്പോഴാണ്, സന്തോഷ വാർത്ത കേൾക്കുമ്പോഴാണ് മുഖം പ്രസരിപ്പുണ്ടാവുന്നത്. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ. മലായികത്തുകൾ ഈ ഹയാത്തിൽ നിൻ്റെ കൂടെ നമ്മളുണ്ടായിരുന്നു. വഫിൽ ആഖിറ, ആഖിറത്തിലും മലായികത്തുകൾ ഉണ്ടാകും. ആ മലായികത്തുകളിലെ മുങ്കർ നക്കീർ അങ്ങോട്ട്. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും. തശ്തഹി, ഐസ്ക്രീം തിന്നാൻ ഭയങ്കര ഇഷ്തിഹ. ലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും. ഒരുപാട് സാധനങ്ങളെ കാണും, ചിലത് ഇഷ്തിഹ എന്ന് മാഷ്തഹി അറബിയോട് പറയും. ഇഷ്തിഹ, അവന് ഇഷ്ടപ്പെടുന്നത് ഐസ്ക്രീം തിന്നാൻ കൊള്ളാം, ഇത് തിന്നാൻ കൊള്ളാം. അല്ലാഹ് പറയാ, മലക്കൽ പറയാണ്, വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഊൻ. അല്ലാഹ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതും നിങ്ങൾക്കറിയാത്ത ഒരുപാട് വാഗ്ദത്തം ചെയ്യപ്പെട്ടതും. വിരുന്ന് വീട്ടിൽ പോകുമ്പോൾ വിരുന്നുകാരനറിയാത്ത ഒരുപാട് ഫുഡുകൾ അള്ളാഹു ചേർത്ത് വെച്ചിട്ടുണ്ടാവും. ഒരുപാട് ആയത്തുകളിൽ അല്ലാഹ് പറയുന്നു, അവൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ. അവൻ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളെ ഉപേക്ഷിച്ചവനാണവൻ, ഒരുപാട് അവൻ ഇഷ്ടപ്പെടുന്നവനെ ഉപേക്ഷിച്ചവനാണവൻ. അവൻ അറിയാത്ത ഒരുപാട് രഹസ്യങ്ങളെ ഞാൻ സമ്പാദിച്ചു. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഊൻ നുസുലം മിൻ ഗഫൂറിർ റഹീം. ഗഫൂറായ റബ്ബ്, പാപങ്ങളെല്ലാം പുറത്തു തന്ന റബ്ബ്, റഹീമായ റബ്ബ്, പാപങ്ങൾ പൊറുക്കുമ്പോഴും പോടാ പറയാതെ കാരുണ്യത്തോട് പുറത്തു തന്ന റബ്ബിൻ്റെ വിരുന്നാണത്. അത് കേൾക്കുമ്പോഴാണ് മൂമിൻ്റെ മുഖം പ്രസരിക്കുന്നത്. മലക്കൽ മൗത്ത് ആ സമയത്ത് ചോദിക്കും, വിട്ടേക്കട്ടെ നിന്നെ, വിട്ടേക്കട്ടെ ദുനിയാവിലേക്ക്. വേണ്ട, എനിക്ക് ഞാൻ കണ്ടത് മതി. അതാണ് മയ്യത്ത് പെട്ടിയിലിരുന്നു കൊണ്ട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, പെട്ടിക്കരുത്തിരുന്നു കൊണ്ട് പറയും, കദ്ദിമൂനി, വേഗം കൊണ്ടുപോ, ഞാൻ ദുനിയാവിൽ എവിടെയും കാണാത്ത കാഴ്ചകൾ
എനിക്കത് കാണണം. അതാണ് മയ്യത്ത് പെട്ടിക്കകത്തിരുന്നു കൊണ്ട് മയ്യത്ത് പറയും, ഖദ്ദിമൂനി ഖദ്ദിമൂനി. അള്ളാഹു കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم إنا نسألك موجبات رحمتك وعزائم مغفرتك والسلامة من كل إثم والغنيمة من كل بر والفوز بالجنة والنجاة من النار. اللهم احفظ البحرين، اللهم احفظ الخليج، اللهم احفظ الإسلام والمسلمين، اللهم احفظهم على أعدائك وأعدائهم يا ذا الجلال والإكرام. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم يا ذا الجلال والإكرام. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو كريم تحب العفو فاعف عنا. اللهم إنا نسألك العفو والعافية في الدنيا والآخرة. اللهم إنا نسألك العفو والعافية في ديننا ودنيانا وفي أهلنا وأموالنا. اللهم استر عوراتنا، آمن روعاتنا. اللهم احفظنا من بين أيدينا ومن خلفنا وعن أيماننا ومن شمائلنا ومن فوقنا، ونعوذ بعظمتك أن نغتال من تحتنا. اللهم إنا نعوذ بك من العجز والكسل والجبن والبخل والهرم والقسوة والغفلة والعيلة والذلة والمسكنة. ونعوذ بك من الفقر والكفر والنفاق والفسوق والسمعة والرياء. ونعوذ بك من الصمم والبكم والجنون والجذام ومن جميع السيء الأسقام. اللهم إنا نسألك أن تجعل كل قضاء تقضيه لنا خيرا. اللهم اجعل البحرين، اللهم احفظ البحرين. اللهم اجعل هذا البلد آمنا مطمئنا رخاء وسخاء ملكا وشعبا يا ذا الجلال والإكرام. وصلى الله على سيدنا محمد وعلى آله وصحبه وسلم والحمد لله رب العالمين. السلام عليكم ورحمة الله.